ഇപ്പം കാണുന്ന വ്യൂ കണ്ടിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തത്. പറയാൻ വാക്കുകളില്ല, അത്ര മനോഹരമാണ്. എന്താ ആംബിയൻസ്. പല റിസോർട്ടിലും ഇതിനു മുമ്പ് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായിട്ടുള്ള സീനറീസ് ഉള്ളത് വളരെ ചുരുക്കം റിസോർട്ടുകൾ മാത്രമാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ഹിൽസ് ആൻഡ് ഹ്യൂസ് തേക്കടി. വളരെ കുറച്ച് റൂമുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേയും ഭയങ്കര കാമായിരുന്നു. 2 ദിവസമാണ് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത്. സോ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ തേക്കടിയായിരുന്നു. കുഞ്ഞിയുടെ 8th ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ്. എടുത്തെടുത്ത് ഒരു പൂളിൽ ഇത്ര ഹൈറ്റിൽ വെള്ളം വരാറില്ല. അല്ല, അത് മറ്റേ ഇൻഫിനിറ്റ് പൂൾ ആയതുകൊണ്ടല്ലേ. വേണ്ട കുഞ്ഞി, ഇതാണ് അല്ല നല്ല കാഴ്ച. ഞാൻ പൂളിലിറങ്ങാൻ എനിക്ക് നടക്കും. ഓ ദേവു, ഇതാണ് വുഡൻ കോട്ടേജ്. ഇങ്ങനെയാണ് വുഡൻ കോട്ടേജിലോട്ട് പോകുന്നത്. അതാണ് ഫസ്റ്റ് ഡേ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ ഒരു കേക്കിൻ്റെ ഡെമോ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചേട്ടായി കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്നു. കുഞ്ഞിയുടെ ബർത്ത്ഡേയും കൂടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ കരുതി ഈ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിനോട് പറയാം, ഇതാണ് കുഞ്ഞിയുടെ ബർത്ത്ഡേ കേക്ക്. അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഷെഫ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവിടുത്തെ വ്യൂസൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. ഈ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ കഴിക്കാൻ പറ്റിയ സാധനങ്ങളല്ല കേട്ടോ, അതൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അങ്ങനെ കേക്കൊക്കെ ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രീം ചെയ്തു, ദെൻ സ്ട്രോബെറിയാന്ന് തോന്നുന്നു, സ്ട്രോബെറിയുടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഓൾറെഡി കേക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇപ്പോൾ കുറേ വർഷമായിട്ട് ചെയ്യാറില്ല. നേരത്തെ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്ത് തുടങ്ങിയതാണ്. അങ്ങനെ ചേട്ടായി കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മാതൂട്ടൻ അച്ഛയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. കൊടികളാടി അഴിരോലക്കൈകളിൽ ആകാശഗോപുരം പൊന്മണി നീടയാ. തീരങ്ങൾക്കു ദൂരെ വെൺമുകിലുകൾ കരികില അണയും തോറും ആർദ്രമാകുമൊരു താരകം. തീരങ്ങൾക്കു ദൂരെ വെൺമുകിലുകൾ കരികില അണയും തോറും ആർദ്രമാകുമൊരു താരകം. ഹിമജലകണം കൺകോണിലും ശുഭസൗരഭം
അകതാരിലും നെല്ലിത്തൂവിലോലഭാവമാർന്ന നേരം ആകാശഗോപുരം പൊന്മണിടയാ. സ്വപ്നാരണ്യമാകി കളമെഴുതു നീ തെന്നലിൽ നിഴലാടുന്ന കപട കേളിയൊരു നാടകം. സ്വപ്നാരണ്യമാകി കളമെഴുതു നീ തെന്നലിൽ നിഴലാടുന്ന കപട കേളിയൊരു നാടകം. കണ്ണിരയും പൂത്തിരളിനും ഹരമുകരും പൂമണലിനും അഭയം നൽകുമാതൃഭാവന. ആകാശഗോപുരം പൊന്മണിടയ അഭിലാഷഗീതകം സാഗരമാ. ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാഗസീമയിൽ സ്വർണ്ണപ്പറവപാരം നിറമേഘച്ചോലയിൽ വർണ്ണക്കൊടികളാടി തളിരോലക്കൈകളിൽ ആകാശഗോപുരം ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്. എന്നാ ആംബിയൻസാണ്, സൂപ്പർ ആംബിയൻസാണ്. രാത്രിയും രാവിലെ ഒക്കെ ഇവിടെ പോയി ഫുൾ ടൈം ഇരുന്നാലും ടൈം പോകണമെന്ന് അറിയില്ല. പിന്നെ പൂളിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഈ ഒരൊറ്റ വ്യൂ കണ്ടിട്ടാണ് നമ്മൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്തത്. അതൊട്ടും വേസ്റ്റായില്ല. നമ്മൾ കൊടുത്ത എമൗണ്ട് വേർത്ത് തന്നെയാണ്. അത്ര അടിപൊളി ആംബിയൻസാണ്. ശരിക്കും ഈ 2 ദിവസം ഞങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ഓഫീസിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റി വെച്ചതിനെക്കുറിച്ചൊന്നും ബോധേഡേ അല്ലായിരുന്നു. ഭയങ്കര കാമായി മൈൻഡ്, ഒരു റിഫ്രഷ്മെൻറ്റ് പോലെയായിരുന്നു ഈ ഒരു ട്രിപ്പ്. ഇത്രയും വേറെ ട്രിപ്പൊന്നും എൻജോയ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബിസി സ്കെഡ്യൂളാണ്. അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ 1-2 ദിവസം കിട്ടുമ്പോൾ മൈൻഡ് ഭയങ്കര റിഫ്രഷ്ഡ് ആവും. വീഡിയോസൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കുഞ്ഞിയാണ്. ഇനിയും ഇതുപോലെയുള്ള ഒത്തിരി ട്രിപ്പ് പോകണം. ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാമെന്ന് പല പ്രാവശ്യം പറയുമ്പോഴും എനിക്ക് എപ്പോഴും ആഗ്രഹം നമ്മുടെ നാട്ടിൽ തന്നെ പോകാനാണ്. കാരണം ഈ ഭംഗിയൊന്നും നമ്മളങ്ങനെ കണ്ടു തീർത്തിട്ടില്ലല്ലോ. ആദ്യം നാട്ടിൽ എല്ലാം കണ്ടിട്ട് പുറത്തു പോകുന്നതല്ലേ നല്ലത്. രക്ഷയില്ലല്ലേ, രക്ഷയില്ലല്ലേ. മാതുട്ടന് പൂളിൽ നിന്ന് കയറാനേ താല്പര്യമില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു വെള്ളം. കുഞ്ഞിനെ പിന്നെ പറയണ്ട, കുഞ്ഞിക്ക് പണ്ടേ പൂളൊരു വീക്ക്നെസ്സാണ്. കുഞ്ഞി കുഞ്ഞി
എടുത്തോളാം ഉണ്ടല്ലേ. ഉണ്ടമ്മേ ഞാനേ അതെ റൈബിലിട്ടപ്പോൾ നല്ല ഇതായിട്ട് കയറിയതാ. 500 വരെ കയറി. ഞാനത് നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പോയി. ഇപ്പം എടുക്കുന്നതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു റീൽസാണ്. എനിക്ക് റീൽസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും വേറൊന്നുമല്ല, മെമ്മറീസൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയാണ്. കുറേ വർഷം കഴിഞ്ഞ് നമ്മൾ പ്രായമായിട്ടൊക്കെ ഇത് കാണുമ്പോൾ എന്തായിരിക്കും അല്ലേ നമ്മുടെ മനസ്സിലൂടെ പോണത്. ഇപ്പം തന്നെ നമ്മൾ ഒരു 7-8 വർഷം മുമ്പുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക മിസ് ചെയ്യും ആ ഒരു മൊമെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഫ്യൂച്ചറിലും. പിന്നെ ഞങ്ങൾ 1-2 ഡാൻസ് വീഡിയോസും എടുത്തു. ഡാൻസ് പ്രാക്ടീസൊന്നും ചെയ്തില്ല, അവിടെ ചെന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഈ റീലിനുണ്ട്. ഇത് ഷോർട്സ് ആക്കി നമ്മൾ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്.